കേരളത്തിലെ ഭരണം പൂർണ്ണമായും സ്തംഭനത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ കഴിവില്ലായ്മയും ധൂർത്തുമാണ്. നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയമില്ലെങ്കിലും കേരളത്തിൽ നടക്കുന്ന എല്ലാ തെണ്ടിത്തരങ്ങൾക്കും ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതിൽ മകളും പൂർണ്ണ കരുത്തായി ഒപ്പമുണ്ട്. അത് അതിൻ്റെ അന്വേഷണം നേരിട്ടുകൊണ്ട് അകത്താകാനുള്ള എല്ലാ സാധ്യതയും കാണുമ്പോഴാണ് ആഭ്യന്തര വകുപ്പിലെ നെറികേടുകൾ പ്രതിപക്ഷം ഇന്ന് തുറന്നു കാട്ടിയത്. മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്ന പോലീസ് യൂണിഫോം ഇട്ട ഗുണ്ടകളെ നിലക്ക് നിർത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. പിണറായി വിജയൻ ഇവിടെ കഷ്ടിച്ച് 2 വർഷം മാത്രമേ ഭരണമുള്ളൂ. അതിൽ തന്നെ ഭരണം പോകുമെന്ന് ഉറപ്പാകുമ്പോൾ പലരും നിലപാട് മാറ്റി മറുകണ്ഠം ചാടും. അങ്ങനെ എല്ലാവരോടും പകവെച്ച് പുലർത്തുന്നില്ല എങ്കിലും കുറച്ചു പേരുടെ ലിസ്റ്റ് കോൺഗ്രസ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. ഒരൊറ്റ ഒന്നിനെ പോലും വെറുതെ വിടില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതിന് ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് വി.ഡി. സതീശൻ പറയുകയും ചെയ്തു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുനോക്കാം. നിങ്ങൾ അറിയേണ്ടത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുന്ന 2 ഗൺമാന്മാർ, അവരാണ് കൊല്ലത്ത് വെച്ച് ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കന്മാർ ക്രൂരമായി മർദ്ദിച്ചത്. അവർക്ക് എന്ത് അവകാശമാണ് മർദ്ദിക്കാൻ? മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷം കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 2 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഗൺമാന്മാർ പുറകിലൊരു വാഹനത്തിൽ മുഖ്യമന്ത്രി കടന്നുപോയതിനു ശേഷം വന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള ഈ ചെറുപ്പക്കാരെ ക്രൂരമായി ലാത്തികൊണ്ട് മർദ്ദിച്ചത്. അതിന് ഞങ്ങൾ കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികളിൽ പോയി പോലീസ് കേസെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അവസാനം മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടു. പോലീസ് FIR എടുത്തു. എന്നിട്ടും ഇവര് സ്റ്റേഷനിൽ ഹാജരാവില്ല. 2 പ്രാവശ്യത്തെ നോട്ടീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞ് ഇവർക്ക് കൊടുത്തിട്ടും പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഇടതും വലതും ഭാഗത്ത് നടക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്ത ക്രിമിനലുകളായി നടക്കുകയാണ്. അല്ലാതെ ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇതിന്റെ അനുമതി നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഇതൊരു റീസെന്റ് ഒക്കറൻസ് അല്ല, സമീപകാലത്ത് നടന്ന സംഭവമല്ലെന്നാണ്. ഈ സംഭവം ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, കോടതി ഈ പോലീസിൽ ഹാജരാകുന്നില്ല, നിയമത്തെ അനുസരിക്കുന്നില്ല, കോടതിയെ അനുസരിക്കുന്നില്ല, പോലീസിനനുസരിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഒരു ക്രിമിനൽ കേസിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തൊരു അന്യായമാണ്! പിന്നെ നീതിന്യായ വ്യവസ്ഥ കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നത്? അതെങ്ങനെയാണ് സമീപകാലത്തെ സംഭവം അല്ലാതായി മാറുന്നത്? ഇപ്പോഴും അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ നിൽക്കുകയാണ്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഈ അക്രമം മുഴുവൻ ഉണ്ടാകുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. കല്യാശ്ശേരിയിൽ വെച്ച് ഡിവൈഎഫ്ഐക്കാർ ചെടിച്ചട്ടി വെട്ടും കമ്പിവടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കുകയും പോലീസ് അതിനെതിരായി വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്ത കേസിലാണ്. അത് രക്ഷാപ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, ഇനിയും തുടരണം എന്ന് മുഖ്യമന്ത്രി കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ 1-ാം പ്രതിയായി കേസെടുക്കേണ്ടത്. നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ കേരളം മുഴുവൻ നടന്ന അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ നിയമപരമായി ഈ ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി നിയമ നടപടി, എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരുപാട് സംഭവങ്ങൾ, പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ചത്, മൂക്ക് തല്ലി തകർത്തത്, മുടിയിൽ ചവിട്ടിപ്പിടിച്ചത്, സെർവിക്കൽ സിസ്റ്റം ക്രൂരമായ മർദ്ദനത്തിൽ തകർന്നത്, പെൺകുട്ടികളുടെ ഉൾപ്പെടെ കൈ തല്ലി ഒടിച്ചത്, നിരവധി സംഭവങ്ങൾ, പെൺകുട്ടികളോട് ഉള്ള ക്രൂരമായ ആക്രമണം എല്ലാം ഈ സമയത്തുണ്ടായിരുന്നു. അത് പിന്നെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഉണ്ടായതുപോലെ കഴുത്ത് ഞെരിച്ചൊരു ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചത് കോഴിക്കോട്, അതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. ഒറ്റ കാര്യത്തിൽ ഞങ്ങൾ ഒരാളെ വെറുതെ ഞങ്ങൾ അതിന് ഉത്തരവാദികളായ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം മുഴുവൻ ആളുകളുടെയും പുറകെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ ഉണ്ടാവും. ഇവിടെയുള്ള ഏറ്റവും വലിയ വിരോധാഭാസം മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്ന ഗൺമാന്മാർ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ് പുച്ഛിക്കുകയാണ്. പോയി പണി നോക്കാൻ പറയാം.
അതാണ് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് ബോധ്യപ്പെട്ടിരിക്കുക. അവരെ നമ്മൾ എത്തിക്കും, സംശയം വേണ്ട.